കോക്രോച്ച് ജനതാ പാർട്ടിയെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നതിനിടെ എക്സ് അക്കൗണ്ട് വിലക്കിയതിൽ മൗനം തുടർന്ന കേന്ദ്ര സർക്കാർ. അക്കൗണ്ടിലൂടെ യുവാക്കളെ സംഘടിപ്പിക്കാൻ നീക്കം നടന്നോ എന്ന് നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിന്തുടരുന്നവരുടെ എണ്ണം 2 കോടി കടന്നു. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച ശശി തരൂരിന് മറുപടിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തി. കോൺഗ്രസിന് ഒരു പ്രസക്തിയുമില്ലാതെയായോ എന്ന് ജയശങ്കർ ചോദിച്ചു. സർക്കാരിനോട് വിയോജിപ്പുള്ളവരും കോൺഗ്രസ് കൊള്ളില്ലെന്ന് മനസ്സിലാക്കുകയാണോ എന്നാണ് ജയശങ്കർ ചോദിച്ചത്. വിയോജിപ്പുള്ള വേദികൾ വിലക്കരുതെന്നാണ് ശശി തരൂർ ആവശ്യപ്പെട്ടത്. അതിനിടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ രാഷ്ട്രീയ മുന്നണിയാക്കുന്നത് ആലോചിക്കുമെന്ന് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. തന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്നും അഭിജിത്ത് പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ രാജ്യമൊട്ടാകെ വലിയ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയൊരു വിവാദത്തിനുള്ള തുടക്കം ഇട്ടുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ രാജ്യമൊട്ടാകെ ചർച്ചയാകുന്നത്. ഇതിനു മുന്നോടിയായി തന്നെ എക്സ് അക്കൗണ്ട്, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് ആദ്യം തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എക്സ് അക്കൗണ്ട് വിലക്കിയതിൽ മൗനം തുടരുകയാണ് ഇപ്പോഴും സർക്കാർ. അക്കൗണ്ടിലൂടെ യുവാക്കളെ സംഘടിപ്പിക്കാൻ നീക്കം നടന്നോ എന്നൊക്കെ നിരീക്ഷിക്കാൻ ഇപ്പോൾ കേന്ദ്രം രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിന്തുടരുന്ന എണ്ണം 2 കോടി കടന്നിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച് ശശി തരൂരും രംഗത്തെത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ പ്രഖ്യാപനം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നൊക്കെ ഒരു പ്രഖ്യാപനമൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടന്നിരുന്നു. വലിയൊരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി തന്നെ തുടരുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവരെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂരും എത്തിയത്. എന്തായാലും ഈ ശശി തരൂർ പിന്തുണച്ചു എന്നൊരു വിവരത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രംഗത്തെത്തിയിരിക്കുകയാണ്. ശശി തരൂരിനൊരു മറുപടിയായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. കോൺഗ്രസിനൊരു പ്രസക്തിയും ഇല്ലാതെയായോ എന്നാണ് ജയശങ്കർ പ്രതികരിച്ചിരിക്കുന്നത്. സർക്കാരിനോട് വിയോജിപ്പുള്ളവരും കോൺഗ്രസ് കൊള്ളില്ലെന്ന് മനസ്സിലാക്കുകയാണോ എന്നൊക്കെയാണ് ജയശങ്കറിന്റെ പ്രതികരണം. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയെ രാഷ്ട്രീയ മുന്നണിയാക്കുമെന്നൊക്കെ ഒരു ആലോചനയിലാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ. തന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുമൊക്കെ അഭിജിത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു വിവാദത്തിലേക്ക് തന്നെയാണ് ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി ഓരോ ദിവസം കഴിയുന്തോറും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.